വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കോട്ടയം ജില്ലയിലെ അമ്പാട്ടുകടവ് എന്ന സ്ഥലത്തെ കാഴ്ചയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചെടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പ്രകൃതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഗ്രാമീണ കാഴ്ചകൾ മനസ്സിന് സന്തോഷമുണ്ടാക്കുമെന്ന് കരുതട്ടെ. ഇതെവിടുന്ന് നിങ്ങൾ പൊട്ടിക്കണേ? പുതുപ്പള്ളിയുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നമ്മൾ പോയാലാണ് നമുക്ക് ഈ ഒരു ആമ്പലിൻ്റെ കടവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമ്മുടെ കണ്ണിന് അതിമനോഹരമായിട്ട്, നമുക്ക് എന്താ പറയുക, നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല, അത്രയും അതിമനോഹരമായിട്ട് 700-750 ഏക്കറോളം ആമ്പലുകൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണ കാഴ്ച ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ശരിക്കും നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഈ അമ്പലമൊക്കെ നല്ല വിരിഞ്ഞ് നിൽക്കണത് കാണണമെങ്കിൽ രാവിലെ 6 മണി തൊട്ട് 9 മണി വരെയുള്ള ടൈമിൽ നമ്മളവിടെ എത്തിച്ചേരണം. എങ്കിൽ മാത്രമേ നമ്മുടെ കണ്ണിന് അതിമനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഇതുപോലെ നമ്മളതിനെ വഞ്ചിയിലൊക്കെ കൊണ്ടുപോകും കേട്ടോ. അതിന് 2 റേറ്റാണുള്ളത്. അതായത് ജസ്റ്റ് ഒന്ന് കറങ്ങി വരാനൊക്കെ ആയിട്ട് നമുക്ക് ഒരാൾക്ക് 75 രൂപയാണ്. പിന്നെ ഈ 1 മണിക്കൂറൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 1 മണിക്കൂറുള്ള യാത്രയൊക്കെ ആണെങ്കിൽ അതിന് ഒരാൾക്ക് 800 രൂപയാണ് വരുന്നത്. ഇത് നമ്മൾ ഏകദേശം ഒരു 2 ആഴ്ചയായിട്ടുണ്ടാവും കേട്ടോ അവിടേക്ക് പോയിട്ട്. അപ്പം ഇവിടെ ഈ ഒരു മന്തിൽ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ ആമ്പൽ കാണാമെന്നാണ് അവർ പറഞ്ഞത്. അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞത് ഈ ഒരു മാസം വരെ ഉണ്ടാവുമെന്നാണ്. പക്ഷെ നമ്മളവിടെ പോയപ്പോഴത്തേനും ഒരു ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അവർ ആമ്പലൊക്കെ കളഞ്ഞു തുടങ്ങി, കീടനാശിനികളൊക്കെ അടിച്ചിട്ട് ആമ്പലൊക്കെ ചീച്ച് തുടങ്ങി. അപ്പോൾ നമുക്ക് അത്രയും ഭംഗിയിലൊന്നും ആമ്പൽ കാണാനായിട്ട് പറ്റില്ല. എന്നാലും ഒരു പോർഷനിലൊക്കെ കണ്ടു കേട്ടോ, നല്ല വിരിഞ്ഞ് നിൽക്കുന്ന ആമ്പലൊക്കെ കണ്ടു. പക്ഷേ കൂടുതലും അവരിങ്ങനെ ചീച്ച് തുടങ്ങി. കാരണം അവർക്ക് അവിടെ നെല്ലിൻ്റെ കൃഷി തുടങ്ങാനായിട്ടുള്ള ടൈമായി. അപ്പോൾ അവരവിടത്തുള്ള എല്ലാ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണുന്നത് വെള്ളം വറ്റിച്ചെടുക്കുന്ന പ്രോസസ്സാണ് കേട്ടോ. അവർക്ക് നെൽകൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. ആമ്പൽ കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകളൊക്കെ അതൊരു വരുമാന മാർഗ്ഗമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും അവർ രാവിലെ എഴുന്നേറ്റിട്ട് ആമ്പലുകൾ പറിച്ചിട്ട് വിൽക്കാനായിട്ട് 20 രൂപയ്ക്കൊക്കെ നമ്മൾ 2 കൈ നിറച്ചിങ്ങനെ പൂക്കളൊക്കെ തരും. 20 രൂപയാണ് അത് അവർ പറിച്ചു തരുന്നതാണ് ആ കുട്ടികളവിടെ നിന്ന്. അതുപോലെ തന്നെ നമുക്കിപ്പം അടുത്തൊരു അവരെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഒരു താറാവിൻ്റെ മുട്ടയാണ്. അപ്പോൾ ഓരോ വീട്ടിലും ഒരു 50-100 താറാവുകൾ ഉണ്ടാവും. അവരിങ്ങനെ അഴിച്ചു വിടും രാവിലെ ആകുമ്പോൾ. എന്നിട്ട് അവരവിടെ വിൽക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഈ താറാമുട്ട. 10 രൂപയായിരുന്നു ഒരു താറാമുട്ടയ്ക്ക്, 10 രൂപയാണ്. വലിയ ലാഭമൊന്നുമില്ല, എന്നാലും നമ്മൾ വാങ്ങിച്ചു. ഈ ഒരു അമ്പലപ്പുഴ കാണാനായിട്ട് പോണ ആ ഒരു വഴിയുടെ 2 സൈഡിലും നിറച്ച് കുഞ്ഞു കുഞ്ഞു വീടുകളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട്. അത് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നല്ല രസമാണ്. നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ അവർ കൂടുതലും ഈ ഒരു ആമ്പൽ കൃഷി നടത്തുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ അവർ ഈ പൂ വിറ്റിട്ടും അതുപോലെ ഈ ആമ്പലിൻ്റെ ചെടിയൊക്കെ പറിച്ചു നട്ടിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. നല്ലൊരു എന്താ പറയുക, ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ് അവിടുത്തെ ആളുകൾ. സെപ്റ്റംബറിൽ തൊട്ടിട്ടാണ് ഈ ഒരു ആമ്പൽ നന്നായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു നവംബർ മാസമൊക്കെ ആകുമ്പോഴത്തേനും, ഈ ഒരു നവംബർ മാസം വരെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതൊന്ന് വിളിച്ചു ചോദിച്ചിട്ട്, ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇടാം. അപ്പോൾ അവിടെ വെച്ചിട്ട് പരിചയപ്പെട്ട ഒരു ചേട്ടൻ്റെ നമ്പറാണ്. അപ്പോൾ ആർക്കെങ്കിലും പോകാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് മാത്രം അങ്ങോട്ട് പോവുക. ടൈം തീരാറായിട്ടുണ്ട്. കാരണം നവംബർ ലാസ്റ്റ് വരെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പോയ ടൈമിൽ തന്നെ ചെറുതായിട്ടല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കീടനാശിനികളൊക്കെ അടിച്ചിട്ട് ആമ്പൽ ചീച്ചു തുടങ്ങി നെൽകൃഷി ഇറക്കാൻ വേണ്ടിയിട്ട്.
ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. மாறி வண்டி